LDF യോഗത്തിൽ സീറ്റ് വിഭജനം ചർച്ചയായില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുന്നതിനാൽ തീരുമാനം അടുത്ത യോഗത്തിലേക്ക് മാറ്റി. ഉഭയകക്ഷി ചർച്ച ഇതിനിടെ പൂർത്തിയാക്കും. 6, 7, 8 തീയതികളിൽ യുദ്ധവിരുദ്ധ റാലി നടത്താനും LDF യോഗത്തിൽ തീരുമാനമായി. അർജുൻ രാജാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്തായാലും സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും കാര്യങ്ങൾ എന്നുള്ള ഒരു സൂചനയിലായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഇപ്പോൾ ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്നാണോ പറയുന്നത്? അതോ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിൽ ആ ചർച്ചകൾ മാറ്റിവെക്കുകയാണോ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്വാതി, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വൈകുന്നതിനാൽ ധൃതി പിടിച്ച് ഇന്ന് ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതില്ല എന്നാണ് LDF യോഗത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ആ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് LDF യോഗം കടക്കാതിരുന്നത്. ഇന്ന് പ്രധാനമായും യുദ്ധവിരുദ്ധ റാലി ആണ് പ്രധാനപ്പെട്ട അജണ്ടയായി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തയാഴ്ച 3 ദിവസം സംസ്ഥാന വ്യാപകമായി ഈ LDFിൻ്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പ്രചാരണ റാലികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഈ അടുത്ത LDF യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. അതിനു മുൻപ് തന്നെ ഉഭയകക്ഷി ചർച്ച നടത്തി സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയാക്കാനായിരിക്കും തീരുമാനിക്കുക. പിന്നീട് ഒരു അന്തിമ രൂപം എന്ന നിലയ്ക്ക് LDF യോഗത്തിൽ അവതരിപ്പിക്കുക എന്ന നയത്തിലേക്കാണ് പോകുന്നത്. പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടാണ് സീറ്റ് വിഭജനത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. 12 സീറ്റാണ് കഴിഞ്ഞ വട്ടം അവർ മത്സരിച്ചത്. 13 സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് കുറ്റ്യാടി, പേരാമ്പ്ര സീറ്റുകൾ CPIMന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അത് രണ്ടും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ സീറ്റ് വിഭജനം ചർച്ചയായില്ല, അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുന്നത് കൊണ്ടാണ് എന്നുള്ള കാരണമാണ് പറയുന്നത്.